when the whole world was listening, we must not be declaring our crores what we have spent on them. It is not from any BJP leader's estate, it's from the money of the people of this country. ഷാഫി പറമ്പിൽ പാർലമെന്റിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഈ MP പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആരും പിന്തുണയ്ക്കാനില്ലാത്തവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമായിരിക്കുമെന്ന്. ഇന്നലെയും ആ പ്രതീക്ഷ തെറ്റിയില്ല. അന്തസ് എന്ന് പറയുന്നത് വെറും 3 അക്ഷരം മാത്രമല്ല കേട്ടോ, പ്രവൃത്തിയും വാക്കുകളും കൂടിയാണ്. ഷാഫി പറമ്പിൽ ഇന്നലെ പാർലമെന്റിൽ വിനേഷ് ഫോഗട്ടിന് വേണ്ടി ശക്തമായിട്ട് തന്നെ സംസാരിച്ചു. എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ അർജുനന്റെ വില്ലിനെ കുറിച്ചാണ്. അതുപോലെയായിരുന്നു ഇന്നലത്തെ ഷാഫിയുടെ പ്രസംഗം. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യക്ക്, കങ്കണയ്ക്ക്, ഹേമമാലിനിക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി. നല്ല ചുട്ട മറുപടി തന്നെയായിരുന്നു. Gold, silver or disqualified, no matter what, Vinesh Phogat is India's golden girl, the brave golden girl. Sir, it is so for 144 billion people. Our prayers are behind her. ഷാഫി പറഞ്ഞത് ഫെഡറേഷനെതിരെ 1 വർഷം നീണ്ട പ്രതിഷേധം, 40 ദിവസം റോഡരികിലെ നടപ്പാതയിൽ കിടന്നുറങ്ങേണ്ടി വരിക, പോലീസ് വലിച്ചിഴച്ച് തല്ലിച്ചതയ്ക്കുക, അവളുടെ എല്ലാ മെഡലുകളും ഗംഗയിൽ ഒഴുക്കുമെന്നായി, കാൽമുട്ടുകളിൽ സർജറി, എന്നിട്ട് ഇപ്പോഴിതാ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു യോഗ്യതാ നിർണയത്തിലൂടെ അവളുടെ ഒളിമ്പിക് സ്വപ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കി. 3 ഒളിമ്പിക്സിലേക്കും വിജയകരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഗുസ്തി താരമായിരുന്നു. പിന്നീട് അവൾ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതിയ ഡിഫെൻഡിംഗ് ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് ഒളിമ്പിക് ഫൈനലിലെത്തുന്ന ആദ്യ വനിതാ ഗുസ്തി താരമായി. സർ, വിനേഷ് ഫോഗട്ടിനെ ആശംസിക്കാൻ, അഭിനന്ദിക്കാൻ സത്യത്തിൽ വാക്കുകളില്ല സർ. എന്നാൽ അവർ ഇപ്പോൾ അയോഗ്യയായി എന്നത് 144 കോടി ജനങ്ങൾക്ക് ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. സ്വർണമോ വെള്ളിയോ അയോഗ്യതയോ എന്തുമായിക്കൊള്ളട്ടെ, വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ ഗോൾഡൻ പെൺകുട്ടിയാണ്, ധൈര്യശാലിയായ ഗോൾഡൻ ഗേൾ. 144 കോടി ജനത്തിനും അങ്ങനെ തന്നെയാണ് സർ. ഞങ്ങളുടെ പ്രാർത്ഥന അവളുടെ കൂടെയുണ്ട്, അവളുടെ പുറകിൽ ശക്തരായി ഞങ്ങളുണ്ട്. എന്നാൽ ചിലരുണ്ട്, അവളുടെ മെഡലുകൾക്ക് വെറും 15 രൂപയ്ക്ക് പോലും വിലയില്ലെന്ന് കരുതുന്നവർ. അവരെ ഞങ്ങൾക്കറിയാം സർ. ഇവിടെ ഷാഫി പറമ്പിൽ ഈ ഭാഗത്തുമ്പോ ഹിന്ദിയിൽ കുറച്ച് കാര്യം പറയുന്നുണ്ട്. സർ, ഹസാരോം ബേരക് ഗിരെ और लाखों तूफान उठे, गिलने वाले फूल गिले ही रहेगा. She will shine, she will bloom and she will be our proud daughter forever. ഇത് പ്രശസ്ത ബോളിവുഡ് ലിറിസ്റ്റായ ഉറുദു കവിയായ സാഹിർ ലുധിയാൻവിയുടെ കവിതയാണ്. അതിന്റെ അർത്ഥവും പിന്നീട് ഷാഫി തന്നെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. 1000കണക്കിന് ഇടിമിന്നലുകൾ ഉണ്ടായാലും, ലക്ഷക്കണക്കിന് കൊടുങ്കാറ്റുയർന്നാലും വിരിയേണ്ട പൂമൊട്ടുകൾ അത് വിരിയുക തന്നെ ചെയ്യും. അവൾ തിളങ്ങും, അവൾ വിരിയും, അവൾ എന്നെന്നും നമ്മളുടെ അഭിമാനമുയർത്തുന്ന മകളായിരിക്കുമെന്ന്. ഷാഫി വീണ്ടും പ്രസംഗം തുടരുകയാണ്. ഇന്ന് അവളുടെ പരിശീലനത്തിനായി ചെലവഴിച്ച തുകയെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു സർക്കാരിന് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഇന്ന് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവൾക്കായി ചെലവഴിക്കുന്ന പണത്തിന്റെ കോടികളുടെ കണക്ക് വിളിച്ചു പറയരുത്. ഇതൊന്നും ഒരു BJP നേതാവിന്റെയും എസ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവരുന്ന പണമല്ല, ജനങ്ങളുടെ പണമാണ് സർ. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവളോട് നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അവളുടെ കൂടെ ആരെയൊക്കെ അയച്ചു, എത്ര പണമാണ് നിങ്ങൾ ചെലവാക്കിയത്, ഏതൊക്കെ രാജ്യത്താണ് നിങ്ങൾ പരിശീലനം ലഭ്യമാക്കിയത് എന്നൊക്കെ അക്കമിട്ട് നിരത്തുന്നത് ഒരു നല്ല സർക്കാരിന് ചേർന്നതല്ല. അതൊക്കെ വേറെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇന്നല്ല നമ്മൾ ചെയ്യേണ്ടത്, അവളോടൊപ്പം നിന്ന് അവളെ പിന്താങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ കഴിഞ്ഞ 1 വർഷമായി ഫെഡറേഷൻ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരോട് ചെയ്യാതിരിക്കുക എന്നതാണ്. ഇനി സർക്കാർ ചെയ്യേണ്ട കാര്യം അവരെ ചേർത്ത് നിർത്താനും അവരുടെ ഇടമുറപ്പിക്കാനുമുള്ള എല്ലാ നടപടികളും എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒളിമ്പിക് ടീം, നമ്മുടെ മത്സരാർത്ഥികൾ, സർക്കാർ തുടങ്ങി ആരൊക്കെയാണ് അവരോടൊപ്പമുള്ളത്, അവരുടെ ഒഫീഷ്യൽസുമായി സംസാരിക്കുകയാണ് വേണ്ടത്. BCCയോ അതോ ഒരു റെസ്ലിംഗ് ഫെഡറേഷനോ ഏതുമായിക്കൊള്ളട്ടെ, അതിന്റെ എല്ലാം മേധാവിയായി ആരെയെങ്കിലും നിയമിക്കുന്നത് ഉചിതമായിരിക്കില്ലെന്ന് സർക്കാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതിന് പ്രയത്നം വേണം, അതിന് പണവും മൂല്യവും ഒക്കെ ആവശ്യമാണ് സർ. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടിയെ പിന്താങ്ങണം സാർ. ഇതാണ് ഷാഫി പറമ്പിലെ പാർലമെന്റിൽ വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് സംസാരിച്ചത്. ഇനി എനിക്ക് ഇതിന്റെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് കഥകൾ പറയാനുണ്ട്. ഷാഫി എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത്, കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന എന്തായിരുന്നു, അതിന് ഷാഫി മറുപടി പറയാൻ കാരണം എന്താണ്, കങ്കണയും ഹേമമാലിനിയും എന്താണ് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് അപമാനകരമായി സംസാരിച്ച് പാർലമെന്റിൽ എന്താണ് നടന്നത് എന്നൊക്കെ പറയാം.
ക്ഷമയും സമയമുള്ളവരൊക്കെ കേൾക്കണേ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പറഞ്ഞത് ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ബ്രിജ് ഭൂഷന്റെയും അയാളുടെ അനുയായി സഞ്ജയ് സിംഗിന്റെയും നേതൃത്വത്തിൽ വലിയ ചതി നടക്കുന്നു എന്നായിരുന്നു. ഉത്തേജക മരുന്നിലോ കുടിക്കുന്ന വെള്ളത്തിലോ എന്തെങ്കിലും അവർ ചേർക്കുമെന്ന് ഈ താരം ഭയപ്പെട്ടിരുന്നു. തന്നെ കൂടെയുള്ള എല്ലാവരും അവരുടെ ആളുകൾ, തന്റെ കൂടെയുള്ള എല്ലാവരും, കോച്ച് ഉൾപ്പെടെയുള്ള എല്ലാവരും അവരുടെ ആളുകളാണെന്ന് വിനേഷ് തന്നെ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ അവസാനം സത്യമായിരിക്കുന്നു. ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിന് തൊട്ടു മുൻപ് 100 ഗ്രാം തൂക്കം കൂടിയതിന്റെ പേരിൽ അവർ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു. ഭാരം കുറയ്ക്കുന്നതിനായി മുടിമുറിക്കുകയും വസ്ത്രം ചെറുതാക്കിയും രക്തം വരെ എടുത്തു കളയുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ഫെബ്രുവരി വരെ 53 കിലോ വിഭാഗം തൂക്കമുള്ള ഗുസ്തി വിഭാഗത്തിലാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ആന്റി പാങ്കൽ ഈ വിഭാഗത്തിൽ ഒളിമ്പിക് യോഗ്യത നേടിയതോടെയാണ് വിനേഷ് 50 കിലോ മത്സരത്തിൽ മത്സരിക്കാൻ നിർബന്ധിതയായത്. സത്യത്തിൽ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സെമി ഫൈനലിന് ശേഷം വിനേഷിന്റെ ഭാരം 2.7 kg കൂടി. രാത്രി ഒരു 12 മണിക്കൂറാണ് കിട്ടിയത്. അതുകൊണ്ട് 2.6 kg വിനേഷ് കഠിനമായി പ്രയത്നിച്ച് കുറച്ചു. വലിയ ദുരൂഹത ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത്രയധികം ഭാരം കൂടിയത് എന്ന കാര്യത്തിൽ ഹൃദയമുള്ള മനുഷ്യർ മുഴുവൻ ഇക്കാര്യത്തിൽ വേദനിക്കുമ്പോൾ കങ്കണ റണാവത്ത് പറഞ്ഞത് മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന് മുദ്രാവാക്യം മുഴക്കിയ വിനേഷ് ഫോഗട്ടും ഒരു സമയത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എന്നിട്ടും അവർക്ക് രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരവും മികച്ച പരിശീലകരെയും സൗകര്യങ്ങളെയും രാജ്യം നൽകി. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും മികച്ച നേതാവ്. ഏതാണ്ട് മോദിയുടെ ഔദാര്യമാണ് ഇത് എന്നാണ് കങ്കണ പറഞ്ഞത്. നാണമില്ല ഈ സ്ത്രീക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിനേഷ് ഫോഗട്ട് പ്രതിഷേധിച്ചത് പിന്നെ അവരുടെ അതിരുമാന്തിയതിനല്ല, അവരുടെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യത്തിനല്ല, ഒന്നിനു വേണ്ടിയല്ല. സമരം ചെയ്താൽ നഷ്ടം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിനേഷ് ഫോഗട്ട് വഴിയിൽ കിടന്ന് സമരം ചെയ്ത്. അവൾ സമരം ചെയ്ത് ബ്രിജ് ഭൂഷൺ എന്ന നരാധമൻ പീഡിപ്പിച്ച പെൺകുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ്. കങ്കണയെ പോലെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ പ്രിയ താരമായിരുന്നു ഹേമമാലിനി, അല്ലെ? ആ ഹേമമാലിനി ഇപ്പൊ സംഖ്യയാണ്. സംഖ്യയുടെ സ്വഭാവം അവരും കാണിച്ചു. सीख मिलना चाहिए हम सब कलाकारों को और महिलाओं को सबको कि 100 ग्राम ऑल्सो मैटर्स अ लॉट. ഹേമമാലിനി പറയുന്നത് ഈ 100 ഗ്രാം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും കലാകാരന്മാർക്കുമുള്ള ഒരു പാഠമാണെന്നാണ്. എന്ത് പാഠമാണത്? BJPക്കെതിരെ വാ തുറക്കരുതെന്ന പാഠമാണോ? BJPക്കാർ പീഡിപ്പിച്ചാല് സമരം ചെയ്യാതെ പ്രതിഷേധിക്കാതെ അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന പാഠമാണോ? അതോ ഒളിമ്പിക്സിലൊക്കെ പറഞ്ഞു വിടുന്നതും പോകുന്നതുമൊക്കെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഔദാര്യമാണെന്നാണോ? അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അയോഗ്യയാക്കുമെന്നാണോ? അതോ ഒറ്റ രാത്രി കൊണ്ട് 100 ഗ്രാം കൂട്ടാൻ BJPക്ക് എന്താണ് ഈ ഹേമമാലിനി പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എന്ത് പാഠമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്? भारत सरकार ने विनेश फोगाट की उनकी आवश्यकता के अनुसार हर संभव सहायता प्रदान की है. उनके लिए पर्सनल स्टाफ भी नियुक्त किए गए हैं. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഈ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചു. വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് തൃപ്തികരമല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മന്ത്രി അപ്പോഴും പറയുന്നത് കേന്ദ്ര സർക്കാർ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കൊടുത്തു, വിദേശ രാജ്യങ്ങളിൽ അയച്ചു, പരിശീലനം നൽകി എന്നൊക്കെ വിനേഷ് ഫോഗട്ടിന് നൽകിയ സഹായങ്ങളെ കുറിച്ചാണ് കേന്ദ്രമന്ത്രി നാണമില്ലാതെ വിവരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിനെ നൽകി, എന്തെല്ലാം സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തു എന്നാണ് അയാൾക്ക് പറയാൻ തിടുക്കം കൂട്ടിയത്. അതിനെതിരെയാണ് ഷാഫി പറമ്പിൽ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ചത് നമ്മൾ ആദ്യം കേട്ടത്. വിനേഷ് ഫോഗട്ടിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ എഴുതിയത്, ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച 3 ഗുസ്തി താരങ്ങളെ തോൽപ്പിച്ച വിനേഷ് ഫോഗട്ടിനൊപ്പം ഇന്ന് ഈ രാജ്യം ഒന്നടങ്കം വളരെ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്. വിനേഷ് ഫോഗട്ടിനോടെയും സഹതാരങ്ങളുടെയും പോരാട്ടങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ഉദ്ദേശശുദ്ധിയെയും കഴിവിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും ചെയ്തവർക്കെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് ഈ ഫൈനലിസ്റ്റ് എന്നത്. ഇന്ത്യയുടെ ഈ ധീരപുത്രിക്ക് മുന്നിൽ അധികാര വ്യവസ്ഥയൊന്നാകെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് നാണം കെട്ട് നഗ്നമാക്കപ്പെട്ട് നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്നത് ചോരയാണ്. ഇതാണ് യഥാർത്ഥ ജേതാവിന്റെ അടയാളം. അവരുടെ മറുപടികൾ എല്ലാ കാലവും ഗോതയിലായിരിക്കും. വിനേഷ് ഫോഗട്ടിന് എല്ലാ ആശംസകളും എന്നൊക്കെയാണ് പറഞ്ഞത്. പാരീസിൽ താങ്കൾ നേടിയ വിജയത്തിന്റെ പ്രതിധ്വനികൾ ഡൽഹിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത്. അതിന്റെ തൊട്ട് പിന്നാലെയാണ് അയോഗ്യയാക്കപ്പെട്ടത്. ഷാഫി പറമ്പിലിനെയും ജോൺ ബ്രിട്ടാസിനെയും ഒക്കെ പോലത്തെ ജനപ്രതിനിധികൾ ഒരുപാട് പേർ സഭയിൽ ഉണ്ടാകട്ടെ. കേരളത്തിന്റെ ശബ്ദം അഭിമാനത്തോടു കൂടി സഭയിൽ മുഴങ്ങി കേൾക്കട്ടെ. അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വെച്ചാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം, ലൈക്ക് ഇടണം കേട്ടോ. നാളെയും വീഡിയോ കാണാൻ വരണം.